ഞാനിപ്പോൾ ഉള്ളത് പേരിയ എന്ന് പറയുന്ന പേരിയ 35 എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇതെല്ലാം തന്നെ ഒറ്റപ്പെട്ട ഒരു മേഖലയായിരുന്നു. ശക്തമായ കാറ്റ്, ശക്തമായ മഴ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളം കുറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇന്നലെ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന അനുഭവം ഉണ്ടായത്. കാറ്റ് ശക്തമായി വീശുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തന നടപടികൾ ഇവിടെ നടത്തിയത് വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ്. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ അപ്പുറത്ത് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു തോണി സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ രക്ഷാപ്രവർത്തന നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്തായാലും ധാരാളം ആളുകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടന്നത്. ഈ തുരുത്തിലൊക്കെ ആളുണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു തുരുത്തിൽ 2 കുടുംബം ഒറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ ഇന്നലെ അങ്ങോട്ടേക്ക് മാറ്റി. പിന്നീട് അവർ ക്യാമ്പിൽ വരാത്തവർക്കുള്ള ഫുഡും സാമഗ്രികളൊക്കെ ഇന്നലെ തന്നെ എത്തിച്ചു കൊടുത്തു. അപ്പോൾ ഇന്ന് രാവിലെ ഇവരിവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ പ്രവർത്തകർ. അവരോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. എന്തായാലും നമ്മൾ കരയ്ക്ക് കയറി കഴിഞ്ഞു. ഇവിടെ ധാരാളം കോളനികൾ ഒറ്റപ്പെട്ട നിലയിലാണ് ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ഇവിടുത്തെ ഒരു പൊതു അവസ്ഥ? എന്തായിരുന്നു ഇന്നലെ ഈ മേഖലകളിൽ ഫുൾ വെള്ളപ്പൊക്കത്തിലാണ്, ചുറ്റും വെള്ളങ്ങളാണ്. ഇവിടെ ഒരു ആളുടെ വെള്ളങ്ങൾ ഇവിടെ ഉണ്ട്. ഈ റോഡുകളെല്ലാം മൊത്തം വെള്ളത്തിലായി. ഈ കോളനികളെല്ലാം ഒരു 10-30 കുടുംബങ്ങളെ ഇവിടെ മാറ്റി താമസിച്ചു. ഈ ഏരിയ പിന്നെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഭക്ഷണ സാധനങ്ങളും ഞങ്ങൾ എത്തിച്ചു കൊടുത്തു. DYFIയുടെ യൂത്ത് ബ്രിഗേഡ് എല്ലാം സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഈ തുരത്തിൽ 3 വീടുകളുണ്ട്. 3 വീടുകളും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവരെല്ലാം രക്ഷിച്ച് ഇങ്ങനെ ബന്ധു വീട്ടുകളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് പൊതുവസ്ഥ? മഴയുടെ പൊതുവസ്ഥ നിലവിലിപ്പം ഇന്നലെ രാത്രി മുതൽ മഴ നല്ല കുറവുണ്ട്. വെള്ളം ഏതാണ്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പേടിക്കാനുള്ള സാഹചര്യം ഇല്ല. എന്തായാലും കോളനി നിവാസികൾ അവിടെയുണ്ട്. അവരൊക്കെ അവിടെ ഇവരെ കാത്ത് നിൽക്കുന്നുമുണ്ട്. ധാരാളം പേരെ നമുക്ക് ആ വീടിനവിടെ ആ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം വെള്ളക്കെട്ട് ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വേറെ ആശ്വാസകരമായ കാര്യമാണ്. വെള്ളക്കെട്ട് ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ രാവിലെ എണിച്ച ശേഷം രാവിലെ മുറ്റത്തെ വെള്ളമായിരുന്നു, അകത്തേക്കൊന്നും കയറിയില്ല. പിന്നെ ഞങ്ങൾ രാവിലെ ഭക്ഷണമൊക്കെ ഭക്ഷണം വെച്ച് കഴിഞ്ഞോ പിന്നെ അടുക്കളയിലേക്ക് കയറി പെട്ടെന്ന് 10 മിനിറ്റ് ആയിട്ടില്ല. അതിന് മുന്നേ മുട്ടിന് വെള്ളം അടുക്കളയിലായി. പിന്നെ എല്ലാ റൂമിലേക്ക് പാഞ്ഞ് വെള്ളം കയറിയ. പിന്നെ വെച്ച ഭക്ഷണമൊക്കെ ഞങ്ങൾ മേലെ എല്ലാം കയറ്റി വെച്ചുള്ള അരിയും പാത്രങ്ങളൊക്കെ മേലെ കയറ്റി വെച്ച് കട്ടിലൊക്കെ എടുത്ത് പൊന്തിച്ചിട്ട് പകുതി ജനലിൽ ഉക്കുമിൽ കെട്ടിയൊക്കെ തൂക്കി വെച്ച. പിന്നെ വെള്ളം കയറി പോകില്ലേ. 2018 വെള്ളത്തിനെല്ലാം പ്ലൈവുഡ് വാതിലൊക്കെ തകർന്നു പോയതാണ്. അതിനുശേഷമാണ് ഇവരൊക്കെ വന്ന് മെമ്പർ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പിന്നെ ബോട്ട് വരും, എല്ലാവരും പിന്നെ പോകാൻ വേണ്ടി തയ്യാറായി നിന്നെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ വന്ന് ഞങ്ങൾ ബോട്ടിൽ കയറ്റി ഇക്കരെ കൊണ്ടുവിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവർ അരിയും സാധനമൊക്കെ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ഞങ്ങൾക്ക് ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഗുണമായി. ഇവർ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ നടുക്കാൻ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ. എന്തായാലും ഒരു ചെറുവഞ്ചി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇത്തരത്തിൽ വയനാട്ടിൽ നിരവധി സംഘടനകളുണ്ട്. ജീവൻരക്ഷാ സമിതി, തുർക്കി ജീവൻരക്ഷാ സമിതി, കാരുണ്യ റെസ്ക്യൂ ടീം, പൾസ് റെസ്ക്യൂ ടീം, അങ്ങനെ നിരവധി സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വാളാട് റെസ്ക്യൂ ടീം, അങ്ങനെ ഒരുപാട് ടീമുകളുണ്ട്. DYFIയുടെ യൂത്ത് ബ്രിഗേഡും ഈ മേഖലയിൽ ഇത്തരത്തിൽ സജീവമായ പ്രവർത്തനം. ഇത്തരം സന്നദ്ധ സംഘടനകളുടെ ഇടപെടൽ കൂടിയാണ് ഇത്തരം റെസ്ക്യൂ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. എന്തായാലും ഇവരുടെ നേതൃത്വത്തിൽ ഈ രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട വീടുകൾ, ഇനിയും ആളുകളെ മാറ്റാൻ കഴിയാത്ത മേഖലകളിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവരാണ് എത്തിച്ച് നൽകിയത്. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ പേരിയ ഈ 35 ഭാഗത്തെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ചെറുവഞ്ചി ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഉൾപ്പെടെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. വയനാട്ടിൽ ഇപ്പോൾ മഴ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അത് ആശ്വാസകരമാണ്. തുടർച്ചയായി മഴ പെയ്യുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ചിലയിടങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മരം കടപുഴകി വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും റോഡിൽ വെള്ളം കയറുകയും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇന്നും തുടരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.